നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയാണെങ്കിൽ നയനയെ വിഷമിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആദർശിനെ കുറിച്ച് ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഓരോ കളികൾ എന്തായാലും അയാൾക്ക് കിട്ടേണ്ടത് തന്നെ അയാൾക്ക് കിട്ടിയത്, അതുകൊണ്ടല്ലേ ഇപ്പോൾ അവിടെ പോയി ജയിലിൽ പോയി കിടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മൾ നയനയ്ക്കാണെങ്കിൽ ആകെ നല്ല സങ്കടമൊക്കെ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ നയനയാണെങ്കിൽ അനിയടുത്ത് പറയുന്നുണ്ട് കേട്ടോ, നീ അറിഞ്ഞില്ലേ ഞങ്ങളെ വീട്ടിൽ കള്ളം കയറിയതും മോഷണ ശ്രമം നടത്തിയതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞായിരുന്നല്ലോ ഏട്ടത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നയന പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നിന്നെ സംശയം, നീയാണ് അവിടെ പോയെന്നൊക്കെ ഇങ്ങനെ അനിയടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ഒന്നും മിണ്ടാതെയൊക്കെ നിൽക്കുന്നുണ്ടേ. അപ്പം നമ്മൾ നയന പറയുന്നുണ്ട്, അല്ല ഒരു പോലീസുകാരിയുടെ വീട്ടിൽ കള്ളം കയറിയിട്ടാണെങ്കിൽ ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പം നമ്മൾ അനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏട്ടത്തിയുടെ അനിയത്തിയോട് തന്നെ ചോദിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ജലജയിൽ നമ്മൾ അഭിയെടുത്തും നവ്യടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശ് ജയിലിൽ കിടക്കുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, അതെന്തായാലും ടി വിയിലും പിന്നെ നിനക്ക് പത്രത്തിലൊക്കെ വാർത്ത വരണമെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് കുറച്ച് നാണക്കേടൊക്കെ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറേ വിഷമമൊക്കെ ആവും, അതൊക്കെ നമുക്ക് കണ്ടു വേണം നമുക്ക് സന്തോഷിക്കാനൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റൂമിലിരുന്ന് നമ്മൾ ആദർശാണെങ്കിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.